കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സുരക്ഷാ പ്രതിസന്ധിക്ക് അറുതിയില്ല. സുരക്ഷാ സംവിധാനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പലതവണ പരാതികൾ ഉയർന്നിട്ടും സ്ഥിര നിയമനത്തിന് സർക്കാർ ഒരുക്കമല്ല എന്നതാണ് ആരോപണം. കൊലക്കേസ് പ്രതി വിനീഷ് ചികിത്സയിലിരിക്കെയാണ് ഡിസംബർ 29-ന് ചാടിപ്പോയത്. നാളിതുവരെയായും വിനീഷിനെ കണ്ടെത്താനായിട്ടില്ല. വിവരങ്ങളുമായി രമ്യാദാസ് ചേരുന്നുണ്ട്. രമ്യ, ഗുരുതരമായ വിഷയങ്ങളാണ് ഇപ്പോൾ ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. വിനീഷിനെ ഇത്ര ദിവസമായും കണ്ടെത്താനായിട്ടുള്ള അത് ഏറ്റവും വലിയ വീഴ്ച. അതവിടെ നിൽക്കട്ടെ, അപ്പോഴും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അവിടെ ഒരു സ്ഥിര നിയമനത്തിന് തയ്യാറാകാത്തത്? രമ്യ, അശ്വതി, ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ എടുത്തു നോക്കുമ്പോൾ ഈ വർഷങ്ങളായി തന്നെ വളരെയധികം പരാധീനതയ്ക്ക് നടുവിലാണ് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം. അതായത് കൃത്യമായ സുരക്ഷാ ജീവനക്കാരോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളോ ഇവിടെ നിലവിലില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് ഇപ്പോൾ വിനേഷ് കഴിഞ്ഞ ഡിസംബർ 29-നാണ് ഇവിടുന്ന് ചാടിപ്പോയത്. ഇതുവരെയായിട്ടും, അതായത് 50 ദിവസം പിന്നിട്ടിട്ടും ഈ വിനേഷിനെ കണ്ടെത്താൻ ഇതുവരെയായിട്ടും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം എല്ലാം പുരോഗമിക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ വിനേഷ് ഇവിടുന്ന് ചാടിപ്പോയിട്ടും, അതായത് ശുചിമുറിയുടെ ഭിത്തി തുറന്നുകൊണ്ടാണ് ഈ വിനേഷ് ഇവിടെ നിന്നും ചാടിപ്പോകുന്നത്. എന്നാൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതിനുള്ള ഏക കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്ര CCTV-കളൊന്നും തന്നെ ലഭ്യമല്ലാതെ തന്നെയാണ്. അതായത് പ്രാഥമികമായി ഈ പ്രതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയണമെങ്കിൽ CCTV തന്നെയാണ് നമുക്ക് ആശ്രയം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവും ഇന്നും പോലീസിന് ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ വിനേഷ് കഴിഞ്ഞ തവണ, അതായത് ഈ ഡിസംബർ 10-നായിരുന്നു വിനേഷിനെ ഈ നിലവിൽ ഇപ്പോൾ ഈ ചാടിപ്പോകുന്നതിന് മുന്നേ കുതിരവട്ടത്ത് എത്തിക്കുന്നത്. അതിനു മുൻപ് 2-3 വർഷങ്ങൾക്ക് മുൻപ് വിനേഷിനെ ഇതേ രീതിയിൽ തന്നെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതുകൊണ്ട് ജയിലിൽ നിന്നും ഇവിടേക്ക് മാറ്റിയിരുന്നു. അന്നും ഇയാൾ ഇവിടെ നിന്നും ഇതേപോലെ തന്നെ ചാടിപ്പോയിട്ടുണ്ടായിരുന്നു. അന്നും ഇയാളെ ധർമ്മസ്ഥലയിൽ നിന്നുമാണ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡൽഹി, കർണാടക, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇത്തവണയും പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെയായിട്ടും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെയാണ് നിലവിൽ ഈ സുരക്ഷാ സംവിധാനത്തെ പറ്റിയുള്ള ആരോപണം ഇപ്പോൾ കൂടുതൽ ഉയർന്നു വരുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സുരക്ഷാ സംവിധാനങ്ങളിൽ സുരക്ഷാ ജീവനക്കാരുടെ കുറവുണ്ട്. അതുപോലെ തന്നെ CCTV ക്യാമറകൾ പലതും പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ പലയിടങ്ങളിലും ഇല്ല എന്നുള്ളൊരു വ്യാപകമായ ഒരു പരാതി കൂടി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലുണ്ട്. അതായത് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന അന്തേവാസികളും അതോടൊപ്പം തന്നെ ഈ ജയിലുകളിൽ നിന്നെല്ലാം മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെയും കുതിരവട്ടത്തേക്ക് മാറ്റാറുണ്ട്. എന്നാൽ ഈ അന്തേവാസികൾക്ക് ആനുപാതികമായി നിലവിൽ ഇപ്പോൾ 20ഓളം ജീവനക്കാരെങ്കിലും അവിടെ വേണമെന്നുള്ളതാണ്. സുരക്ഷയ്ക്ക് 20 ജീവനക്കാരും വേണമെന്നിരിക്കെ നിലവിലുള്ളത് 5 ജീവനക്കാർ മാത്രമാണ്. ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 15 ജീവനക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പലരും ജോലി ഉപേക്ഷിച്ചു പോയി. ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും താൽക്കാലികമായി നിയമിക്കുന്ന ജീവനക്കാരാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഇവർ നേരിടുന്ന ഒരു പ്രശ്നം ജോലി ഭാരവും അതുപോലെ തന്നെ വേതനക്കുറവുമാണ്. 700 രൂപയാണ് ഇവർക്ക് ദിവസവേതനമായി ലഭിക്കുന്നത്. പക്ഷേ ഇവരെടുക്കുന്ന ജോലിയെങ്കിൽ വളരെ ഭാരമുള്ളതുമാണ്. കാരണം ഈ അന്തേവാസികൾ പല സ്വഭാവ രീതിയിലുള്ള അന്തേവാസികളാണ് ഇവിടെ എത്തുന്നത്. ജയിലിൽ നിന്നുള്ള പ്രതികൾ ഉൾപ്പെടെയുണ്ട്. അതിനാൽ തന്നെ ഈ വേതനം ഇവർക്ക് വളരെ തുച്ഛമാണ് എന്നുള്ള വ്യാപകമായ പരാതിയുണ്ട്. അതിനാൽ തന്നെ പലരും ജോലിയിൽ നിൽക്കാതെ, ഈ ജോലിയിൽ പ്രവേശിച്ച ദിവസങ്ങൾ ശേഷിക്കെ ഇവർ പലരും ജോലി ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ കണ്ടുവരുന്നത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ 5 ജീവനക്കാർ, സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ഇപ്പോൾ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ. ഇത് ഈ അന്തേവാസികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇതിൽ കൂടുതൽ ശക്തിയായ ഒരു സുരക്ഷാ സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ ഇവിടെ ആവശ്യമാണ്. എന്നിരിക്കെയാണ് ഇതിൽ പലതവണ ഇവരെ കൂടുതൽ വേതനം നൽകി നിയമനം നടത്തണമെന്നുൾപ്പെടെ ഈ സൂപ്രണ്ടും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം ആരോഗ്യ വകുപ്പിനും എല്ലാം അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടി എടുത്തിട്ടില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഏകദേശം 23 ഏക്കറിലാണ് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റും നിറയെ കാടുള്ള പ്രദേശം കൂടിയാണ്. ഈ വിനേഷിനെ പോലീസ് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് ഈ നിലവിൽ ഈ വിനീഷ് ചാടിപ്പോവാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ ഉൾപ്പെടെ വീണ് കിടന്നിട്ടുണ്ടാവാ എന്ന് കരുതി ഒരു കാട് വെട്ടിത്തെളിക്കുന്ന ഒരു നടപടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം വലിയ തോതിലുള്ള വലിയ മരങ്ങളും ഉൾപ്പെടെ പലയിടങ്ങളിലായിട്ടുണ്ട്. അത്തരത്തിൽ കാട് പിടിച്ച പ്രദേശമാണ്. അതിനകത്ത് ഒരു കിണറുണ്ട്. അത്തരത്തിൽ ഈ കിണറിലെല്ലാം ഒരു പരിശോധന നടത്തിയിരുന്നു. കാരണം ഇതിന്റെ ചുറ്റുപ്രദേശവും ശുചീകരിക്കാൻ അല്ലെങ്കിൽ കാട് വെട്ടിത്തെളിക്കാനോ എന്ന നടപടിയൊന്നും യാതൊരു തരത്തിലും ഈ ആരോഗ്യപ്പോ എടുക്കുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി സൂപ്രണ്ട് ഉൾപ്പെടെ പറയുന്നുണ്ട്. കാരണം പലതവണയായി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിക്വസ്റ്റ് എല്ലാം നടത്തിയെങ്കിലും ഇതിനും യാതൊരു നടപടിയും
നടപടിയുമില്ല. ഈ മതിലിനോട് ചേർന്നല്ല, അത് പലയിടങ്ങളിലും ഈ സുരക്ഷാ മതിൽ തകർന്നിട്ടുണ്ട്. അതിന്റെ നിർമ്മാണം പോലും പലയിടങ്ങളിലായിട്ട് ഏകദേശം ഒരു 3 മാസത്തോളമായി പാതി വഴിയിലാണ്. അതുപോലെ തന്നെയാണ് ഈ സുരക്ഷാ മതിലിനോട് മതിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ വലിയ തോതിലുള്ള മരങ്ങൾ ഇത് മുറിച്ചു മാറ്റുന്നതിനും യാതൊരു നടപടിയും ഇതുവരെയായിട്ടും ആരോഗ്യവകുപ്പ് എടുത്തിട്ടില്ല. പലതവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്തുകളെല്ലാം ആരോഗ്യവകുപ്പ് നൽകിയെങ്കിലും ഇതിലും യാതൊരു നടപടിയുമായിട്ടില്ല. അത്തരത്തിൽ വളരെ പരാധീനതകൾക്ക് നടുവിലാണ് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രം. കാരണം കുതിരവട്ടത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, കാരണം ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ട ഒരു ഇടമാണ്. കാരണം മാനസികാസ്വാസ്ഥ്യമുള്ള അന്തേവാസികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജയിലുകളിൽ നിന്നെല്ലാം മാനസികാസ്വാസ്ഥ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളേക്ക് അങ്ങോട്ട് മാറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ സുരക്ഷയ്ക്കും അല്ലെങ്കിൽ ഇവർ പുറത്ത് ചാടുന്നത്, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിനേഷ് 2ാം തവണയാണ് ഇവിടുന്ന് ചാടിപ്പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ സുരക്ഷാ സംവിധാനത്തിന്റെ പ്രശ്നം ഇവിടെ നിലനിൽക്കെ ഇതിലേക്ക് സർക്കാർ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സുരക്ഷ ഏറ്റവും കൂടുതൽ ശക്തമാക്കേണ്ട ഒരിടത്താണ് ഇത്തരത്തിൽ ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു അലംഭാവം ഇപ്പോഴും തുടരുന്നത്. ശരി രമ്യ. രമ്യാദാസാണ് വിവരങ്ങൾ നൽകിയത്.